നാടിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എയർബിഎൻബി എടുത്തിട്ട് വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. കുറേ യുണീക്ക് എക്സ്പീരിയൻസസും പ്രത്യേകതരം സ്ഥലങ്ങളും ഒക്കെ. അങ്ങനെ ഒരു 2-3 കൊല്ലം മുന്നേ എക്സ്പ്ലോർ ചെയ്തപ്പോൾ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. പക്ഷേ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അവിടെ ചെന്നിട്ട് കുക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് നമ്മുടെ തീരുമാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നിട്ട് ഞാൻ പാർക്കിംഗ് ലോട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഇതൊരു വലിയ സംഭവമല്ല. ടെസ്ലയുടെ കാറ് എവിടെ കണ്ടാലും ഞാൻ എൻ്റെ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാറുണ്ട്. ഇത്ര അടുത്ത് ഞാൻ ടെസ്ല നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ. അങ്ങോട്ടേക്ക് പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇപ്പോഴൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നാടിനെ ഓർമ്മ വരുന്നത്. നമ്മുടെ നാട്ടിലെ മൂന്നാർ, ഞാൻ പഠിച്ചത് മൂന്നാറാണ്. അപ്പോൾ അവിടെ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് നീരമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ എപ്പോഴും KSRTC ബസ്സിലിരുന്ന് ഈ നീരമംഗലത്ത് 2 സൈഡിലെ കാടൊക്കെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന്, അതായത് എൻ്റെ നാട്ടിൽ നിന്ന് കോളേജിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു.
ഭയങ്കര സ്റ്റക്കായിട്ട് നിന്നത്. കാരണം അത്രയും ഭംഗിയുള്ളൊരു വുഡൻ ക്യാബിൻ, ഫോട്ടോയിൽ കണ്ടതിനേക്കാളും ഭംഗി കൂടുതലാണ് നേരിട്ട്. വെഡ്ഡിങ് വെന്യൂ ആണെന്ന് ഓൾറെഡി ഫോട്ടോസിൽ നിന്നൊക്കെ മനസ്സിലായിരുന്നു. എന്നാലും ഈ വെഡ്ഡിങ് വെന്യൂ ആയിട്ട് ഇത് ചൂസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. കാരണം വെഡ്ഡിങ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള, എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി അനുഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അതിനിതിലും നല്ലൊരു സ്ഥലം വേറെ കിട്ടാനില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.